കള്ളാടിയിൽ നിങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ ഉണ്ടായിരുന്നോ നിങ്ങൾ? കള്ളാടി ഇവിടെ ഈ മണ്ണിടിച്ചിട്ടുണ്ടായ സമയത്ത് ഫസ്റ്റ് നമുക്ക് കോൾ വന്നത്. ഞാൻ ആംബുലൻസ് ഡ്രൈവറും കൂടിയാണ്. അതിലുപരി ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സിവിൽ ഡിഫൻസ് വാൾനിർമ്മാനാണ്. മേപ്പാടി കൽപ്പറ്റ ഏരിയയിലുള്ള കോഴിക്കോട് നിന്ന് ആളുകളുണ്ട്, പാലക്കാട് നിന്ന് ആളുകളുണ്ട്. പാലത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൈവരികളൊക്കെ തകർന്നിട്ടുണ്ട്. കൽപ്പറ്റ കേരളം മൊത്തം ഉണ്ടല്ലേ? ഓക്കെ, രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് പോവാല്ലേ? ഓക്കെ. അപ്പം ഞാനുള്ളത് നമ്മുടെ ദുരന്ത ഭൂമിയിലാട്ടോ. നമ്മുടെ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ എൻട്രൻസ് മൊത്തം ഇടിഞ്ഞു പോയ ഭാഗത്ത് ഏകദേശം ഇപ്പം ഞാൻ ഒരു 2:30 മണിക്കാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പം ഇവിടുത്തെ അവസാനത്തെ ബോഡിയും കിട്ടി. 8 ആളുകൾ മരണപ്പെട്ടു കേട്ടോ. മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവസാനത്തെ ബോഡിയും കിട്ടി. ഇവിടെ രക്ഷാപ്രവർത്തകർ, അതായത് ഇനി വലിയ JCB ഹിറ്റാച്ചിയൊക്കെ ഉപയോഗിച്ച് മാറ്റേണ്ട ജോലികളാണ്. ആളുകൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് 8 ആളുകളുടെ ബോഡിയൊക്കെ കിട്ടി. രക്ഷാപ്രവർത്തകരൊക്കെ ഏകദേശം ഇവിടുന്ന് വിട പറയാം കേട്ടോ. എന്നാലും സങ്കടമുള്ള കാര്യം തന്നെ. നിങ്ങളെവിടെ ഈ മേപ്പാടി ഏരിയയിലുള്ള കോഴിക്കോട് നിന്ന് ആളുകളുണ്ട്, പാലക്കാട് നിന്ന് ആളുകളുണ്ട്. എല്ലാ ആ ഭാഗത്തുള്ള ആളുകളും ഇങ്ങനെ വരുമ്പോൾ ഒരുമിക്കൂല്ലേ? വന്ന് എല്ലാവരും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്ത് അവിടുന്ന് എല്ലാവരും ഒരുമിച്ച്. എത്ര ആളുകളുണ്ടായിരുന്നു? അന്ന് തന്നെ വന്നോ? പറ്റിയെന്ന് അന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പിറ്റേന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എല്ലാവരും കൂടി വന്നു. ഇന്നലെ മിഞ്ഞാന്നൊക്കെ വന്നിങ്ങനെ പോയി ഓരോരുത്തർ. ഇപ്പം രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞു. അവസാനത്തെ ബോഡി കിട്ടി. അതിൽ ഇവരുടെ ജോലിക്കാരെങ്ങനെ അതറിയോ? ഈ മലയാളികളായിട്ട് ആരെങ്കിലും? അല്ല, മലയാളികളല്ല അവർ. അല്ലല്ലേ? ഇവരെ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ അല്ലേ? അന്യസംസ്ഥാനക്കാരാണ്. ഇനിയിപ്പോൾ അവിടുത്തെ മണ്ണുകളൊക്കെ മാറ്റാൻ ഇപ്പം ആ മെഷീനറികളെ കൊണ്ട് മാറ്റേണ്ട ജോലികളൊക്കെ ആയി. ഇനിയിപ്പോൾ മാറ്റാതെ ഇവിടെ ഒന്നും ചെയ്യാനും കഴിയില്ല. അപ്പം അങ്ങോട്ടുള്ള ചുരൽമലക്കുള്ള റോഡ് റെഡിയായോ? അത് റെഡിയായിട്ടുണ്ട്. അത് കാണുന്നത് ഈ റോഡൊക്കെ പോകുന്നത് റോഡ്. എന്താ നിങ്ങളുടെ പേരെന്താ? എൻ്റെ ഒരു കബീർ. ഓ, ഏതായാലും ഇനിയും ഇങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അതുവരെ പോകാൻ പറ്റുമെങ്കിലേ? ഓക്കെ. അതിന് ഇവർ മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് രക്ഷാപ്രവർത്തകരുണ്ടായിരുന്നു. ഇതിനൊക്കെ ആയിട്ട് പുറപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ഒക്കെ ദൈവത്തിൻ്റെ അടുത്ത്, പടച്ചോൻ്റെ അടുത്തുനിന്ന് കൂലി കിട്ടും എന്നുള്ള ലെവലിൽ പുറപ്പെടുന്ന ആളുകളാണ് ഇതൊക്കെ. ഇതാണ് ആ പാലട്ടോ. ഇതൊക്കെ ഞാൻ ഈ ഭാഗത്തുനിന്ന് ഞാൻ ഒരുപാട് തവണ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ ഇവിടുന്ന് അപ്ഡേഷൻ കൊടുത്ത് പോയതാട്ടോ. അവിടെ ആയിരുന്നു എല്ലാം ഉള്ളത്. പിന്നെ ഒരു ക്ലാരിറ്റി, ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ആ ക്ലാരിറ്റി വരുത്താം. ഇപ്പോൾ ഇവിടെ കേട്ടോ ഈ എൻട്രൻസ് തുരങ്കപാതൻ്റെ വർക്ക് നടന്നുകൊണ്ടിരുന്നത് ഇവിടെയാണ്. ആ പാറൻ്റെ അടുത്തേക്ക് ഒരു 30-20 മീറ്ററും കൂടി അങ്ങോട്ടേക്കായിരുന്നു ശരിക്കും പാറ ഉള്ളത്. പക്ഷെ അവർ കുറേ മുമ്പോട്ടായിട്ട് ഇതിൻ്റെ വർക്ക് മണ്ണിൻ്റെ അടിയിൽ കൂടി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ മണ്ണുകളൊക്കെ എടുത്തു മാറ്റി ഒരു സ്റ്റെപ്പായിട്ട് എങ്ങനെ റെഡിയാക്കി അവർ ഷോർട്ട് ക്രീറ്റ് വർക്കൊക്കെ ചെയ്ത് വെച്ചല്ലോ. അതിൻ്റെ ഷോർട്ട് ക്രീറ്റ് വർക്ക് ചെയ്ത കുറച്ച് ഭാഗങ്ങളാണതൊക്കെ. അപ്പോൾ അവിടുന്ന് മണ്ണെടുത്ത് മാറ്റിയ മണ്ണ് ഇതാ ഈ കാണുന്നതാട്ടോ. ഇതെന്തെങ്കിലും ഒരു പരിഹാരം അവർ കാണുമെന്ന് വിചാരിക്കുന്നില്ല. ഇതും ചിലപ്പോൾ ഇനി ഒരുപാട് മണ്ണ് കൂട്ടിയിട്ടുണ്ട്. അതും ഇനി ഒക്കെ കൂടി അലിഞ്ഞുകൊണ്ട് വികൂലായിരിക്കും. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പറഞ്ഞു തന്നതേ ആ മണ്ണുകളല്ല വന്നത്. ആ മണ്ണ് അവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിന്നാണോ എല്ലാം കൂടി ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അവർ വർക്ക് ചെയ്ത് വെച്ച ഭാഗം 2 ഭാഗത്ത് കൂടി അവർ ഡ്രെയിനേജ് പോലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടോ? ഈ ഭാഗമുണ്ട്, അതുപോലെ ഈ ഭാഗമുണ്ടോ. സൈഡിൽ കൂടി അവർ ചെയ്ത മുകളിൽ വരുന്ന വെള്ളം 2 ഭാഗത്ത് കൂടി ഡ്രെയിനേജ് ആക്കിയിട്ട് 2 സൈഡിൽ കൂടി വരുത്താമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. ഏതായാലും വിചാരിച്ച മാതിരിയൊന്നല്ല കാര്യങ്ങൾ നടന്നത്. ഈ സാധനം ഉണ്ടല്ലോ, അവരുടെ ആർച്ച്, അതായത്
തുരങ്കപാതൻ്റെ ആർച്ചിൽ ടൈറ്റാക്കി കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിക്കൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ അത് എന്തിനുള്ളതെന്ന് ഞാൻ ചോദിച്ചിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ആർച്ച് വർക്കിനായിട്ടുള്ള ഒരു സാധനമാണ്, അതൊക്കെ അത് അവിടെ കിടക്കുന്നു. ഇവരാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വലിയ ആളുകളാണോ. നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള പ്രവർത്തകരാണ്. ചൂരൽമലൊക്കെ അപകടം നടന്ന സമയത്ത് യുനാഫ് എന്ന് പറഞ്ഞ ആളാണ്ടത്. അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് ഇതുപോലുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കള്ളാടിയിൽ നിങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ ഉണ്ടായിരുന്നോ നിങ്ങൾ? കള്ളാടി ഇവിടെ ഈ മണ്ണിടിച്ചിട്ടുണ്ടായ സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് കോൾ വന്നത്. ഞാൻ ആംബുലൻസ് ഡ്രൈവറും കൂടിയാണ്. അതിലുപരി ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സിവിൽ ഡിഫൻസ് വാൾനിർമ്മാനാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോൾ വന്നു. ഫസ്റ്റത്തെ ആളുകൾ പരിക്കുറ്റ ആളുകൾ എടുക്കുമ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയിരുന്നു. അപ്പോൾ മുതലാണ് രക്ഷാപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. പാലത്തിൻ്റെ മുകളിലൊക്കെ നല്ല മണ്ണായിരുന്നു. ആ മണ്ണിൻ്റെ മേൽക്കൂടെയാണ് നമ്മൾ വാളണ്ടിയർമാർ പരമാവധി ആളുകളെ ഇവിടെ പരിക്കുറ്റ ആളുകളെയും അപ്പുറം കുടുങ്ങിയ ആളുകളെയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത്. ഈ പാലപ്പം സേഫാണോ? പാലം സേഫാണ്. സ്ട്രൈറ്റ് ആയിട്ട് മണ്ണ് വന്ന് നമ്മുടെ പാലത്തിന് ഡാമേജ് ഒന്നും പറ്റിയില്ല. കൈവരികൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എവിടെ വീട് എവിടെ? നിങ്ങൾ ചൂരൽമല ആണോ നിങ്ങളുടെ വീട്? ഞാൻ ചൂരമല സ്വദേശിയാണ് അല്ലേ? ചൂരമല മുണ്ടക്കായ് ഉരുൾപൊട്ടലിന് ശേഷം ഞാൻ വാടകയ്ക്ക് മേപ്പാടി ഭാഗത്താണ് താമസം. സ്ഥാപനം ഉണ്ടായിരുന്നു ചൂരമല. മാറേണ്ടി വന്നപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് മാറിയത്. ഇപ്പോൾ മേപ്പാടി ഭാഗത്താണ് താമസം. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഫിനിഷായോ? കഴിഞ്ഞോ? ഇപ്പോൾ ഇവിടുത്തെ രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എത്ര 8 ബോഡിയാന്ന് തോന്നുന്നു കിട്ടിയത്. 8 ബോഡിയാണ്. അതിൽ മലയാളികളുണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ല, മലയാളികളില്ല. ഇവിടെ ഈ എൻട്രൻസിൽ ജോലി ചെയ്യുന്ന വാച്ച്മാൻ അവരൊക്കെ ആയിരിക്കില്ല, ആളുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? സൈറ്റ് എഞ്ചിനീയറുണ്ട്, പ്രോജക്റ്റ് എഞ്ചിനീയർമാരുണ്ട്, പിന്നെ വർക്കേഴ്സ് ഉണ്ട്. നിങ്ങൾ എത്ര പേരടങ്ങുന്ന വിങ്ങ ഇത്? കുറേ ആളുകളുണ്ടോ ഇതിൽ? ഇവിടെ വയനാട് പിന്നെ കൽപ്പറ്റ സ്റ്റേഷന്റെ കീഴിൽ തന്നെ 60 ആൾ എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഇത് ഈ പിന്നെ മണ്ണിടിച്ചിലിന്റെ വർക്ക് മാത്രമല്ല, പിന്നെ കോവിഡിന്റെ സമയത്തും അതേപോലെ പുത്തുമല മുണ്ടക്കായ് ഉരുൾപൊട്ടലിലൊക്കെ ആദ്യ രക്ഷാപ്രവർത്തനം ഇറങ്ങിയ ടീമാണ് നമ്മൾ സിവിൽ ഡിഫൻസ് വാളണ്ടിയർമാർ. നമ്മൾ പ്രാദേശിക ടീമായ കാരുണ്യ അതിലെ വാളണ്ടിയർമാരും കൂടിയാണ്. പിന്നെ ഒട്ടുമിക്ക ഇപ്പോൾ ചുരത്തിൽ ബ്ലോക്ക് ആയാലും എവിടേക്കായാലും നമ്മളെ വാളണ്ടിയർമാർ ഓടി എത്തുന്നുണ്ട്. ഓക്കെ. ഏതായാലും ഇവിടെ കണ്ണീരോടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോകാനുള്ള പരിപാടിയല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടുത്തെ എനിക്കൊരു സംശയമുണ്ട്, രക്ഷാപ്രവർത്തനം എത്തുന്ന സമയത്ത് ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ എത്തുന്നത്? ഞങ്ങള് പൊതുവെ ഭക്ഷണത്തിന് ഞങ്ങള് കാര്യമാക്കില്ല, കിട്ടിയാൽ കഴിക്കും, അത്രേ ഉള്ളൂ. അതന്നെ നമ്മൾ ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കില്ല. നമ്മളൊക്കെ അറിയുന്ന ഒരു 10-3 മണിക്കൂർ കഴിയുമ്പോൾ വിശക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ ഒരു നിരന്തരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സംശയമുള്ള കാര്യം ആ വിശപ്പ് ഉണ്ടാവില്ല അല്ലേ? നമ്മളെ നാട്ടിലുണ്ടായ പിന്നെ ദുരന്തം എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഭക്ഷണ കാര്യങ്ങളൊന്നും വേണ്ടിയില്ല. എന്നാലും ഞങ്ങൾക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെ കറക്റ്റ് എത്തുന്നുണ്ടല്ലോ. ഓക്കെ ആയിക്കോട്ടെ കേട്ടോ. താങ്ക് യു. പാലത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൈവരികളൊക്കെ തകർന്നിട്ടുണ്ട്. ഇവിടെ അപ്പുറത്തേക്കൊന്നും ഒന്നുകൂടെ കേട്ടോ, കൈവരികൾ മാത്രമേ തകർന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോയാൽ നമുക്ക് അതിൻ്റെ അടിഭാഗം കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പോയി നോക്കട്ടോ. ഞാൻ ലാസ്റ്റ് കാണിച്ചിടാം. ഈ ചളി കൂടി ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തു കൂടി ഒന്ന് പോയാൽ റോഡിലെ ചളിയൊക്കെ മാറ്റുന്ന ആ JCBക്ക് ചളി കൂടി പോകാനൊക്കെ ഉള്ള ടയറിന് നമ്മുടെ ചങ്ങല ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാശ്മീരിൽ മഞ്ഞുമലയിലൊക്കെ ഇടുന്ന അതുപോലത്തെ ചങ്ങല ഇട്ടിട്ടുണ്ട്. യാത്ര പോകുന്ന ആളുകൾ ആ സമയത്ത് ഇല്ലാഞ്ഞത് എത്രയോ ഭാഗ്യം. വലിയ ദുരന്തം ഒഴിവായിട്ട് ഇവിടെ ഒരു കാലി ബസ് മാത്രമേ അതിലേക്ക് കുടുങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ഫുള്ള് ലോഡ് ബസ്സാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ആളുകളെ കയറ്റി വരുന്ന ബസ്സാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൂടുതൽ വലിയൊരു ദുരന്തമായി മാറിയനതാ. ആ വീടിൻ്റെ ഇവിടെ കേട്ടോ 3 പേരുണ്ടായിരുന്നു കേട്ടോ. ഒരു ബാപ്പയും മകനും അവരുടെ ഭാര്യയും 3 പേരുണ്ടായിരുന്നു. ഇവിടെ ഉപ്പയും ഉമ്മയൊക്കെ ഉംറക്ക് പോയതായിരുന്നു. അതുകൊണ്ട് ഇവിടെ വലിയ അപകടമില്ലാതെ കഴിച്ചിലായി. അവർക്കൊന്നും പറ്റാതെ ഇവിടെയുള്ള ആ ഓണർ അവർ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. അപ്പുറത്തെ സൈഡിൽ മറ്റുള്ളവരുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ അപകടമില്ലാതെ കഴിച്ചിലായിരുന്നു. ഇവിടെ അവരുടെ കോൺക്രീറ്റ് പൈപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ലോഡ് കണക്ക് അതാ
അതാ അവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ബെൻഡായിട്ടുണ്ട്. ബെൻഡുള്ളതും ഉണ്ടാവില്ലേ. ഇനി എന്താണ് നമ്മുടെ തുരങ്കപാത വർക്ക് ഇനി മുന്നോട്ട് പോകുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. ഒക്കെ തീരുമാനം ആയിട്ടില്ല. കുറച്ച കാലം എന്തായാലും വർക്ക് ഇനി നടക്കില്ല. ആനക്കാമ്പൊയിൽ ഭാഗത്തും വർക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ, ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ട് തുരങ്കപാത വർക്ക് നിർത്തി വെക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളെ അഭിപ്രായം മാത്രമാണ്, ഇപ്പോഴും ഞാനതാ പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യഗൗരവത്തെ ഒരു ഇത് ഞാൻ പറഞ്ഞു കേട്ടോ. ആ പാറയുടെ മുകളിലുള്ള പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണ്, അതായത് ഇവിടെ പാറ പൊട്ടിക്കുന്ന ജോലികളൊക്കെ ഉണ്ടായില്ല അടിഭാഗത്തായിട്ട്. അത് പൊട്ടിക്കുന്ന സമയത്ത് ജെർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടുത്തം വിട്ട് നിൽക്കുന്ന പോലെ ഇതുണ്ട്. അല്ലെങ്കിൽ കൊല്ലങ്ങളോളം ഇവിടെ നിന്ന മണ്ണ് ഇവിടെ വർക്ക് തുടങ്ങിയതിന് ശേഷം കേട്ടോ മറിഞ്ഞ് വീണത്. അപ്പം കാരണം അതാവാനാണ് സാധ്യത. അപ്പോൾ ഇവർ ബാക്കിയുള്ള മണ്ണ് ഈ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് എടുക്കാൻ നേരത്ത് ഒരു ഫുള്ള് മോൾ ഭാഗം ചെത്തി സ്റ്റെപ്പാക്കി എടുത്തത് കാണാം അവിടെ. അവിടെ അത് കാണാം. ആ സ്റ്റെപ്പാക്കി എടുത്ത് പിന്നെ അതിൻ്റെ മുകളിലും വെള്ളം കിനിഞ്ഞ് ഇറങ്ങി അതും മണ്ണ് ലൂസായി. പിന്നെ അതുകൂടാതെ ഇവിടെ പൊട്ടിക്കുന്ന ആ പ്രശ്നം കൊണ്ടായിരിക്കാം 30 മീറ്റർ ബാക്കോട്ടുള്ള പാറയുടെ മുകളിലുള്ള മണ്ണുകളൊക്കെ കൂടി ഇളകി വരാനുള്ള സാധ്യത എന്ന് കുറേ ആളുകളും പറയും. എനിക്കും തോന്നുന്നത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഏതായാലും പറ്റാനുള്ളത് പറ്റി കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ ഇവിടെ ചൂരൽമലയിലേക്കുള്ള റോഡ് ക്ലിയർ ചെയ്യുക, അതാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഏകദേശം വാഹനങ്ങൾ പോകുന്നുണ്ട്. അവിടുന്ന് പോയൊരു ഓട്ടോറിക്ഷ അതാ. എന്നാലും ചെളിയാണ് മൊത്തം. അവർ ചെളിയൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ കുറച്ചതൊക്കെ ഒന്ന് കഴിയട്ടെ. ഞാൻ ഈ പാലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് വന്നിട്ടോ. ഇതിൻ്റെ അടിഭാഗം കുഴപ്പമൊന്നുമില്ല. ഗാർഡറൊക്കെ അവിടെ ഉഷാറായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്രോച്ച് റോഡിലെ കെട്ട് അതൊക്കെ ആ സ്ട്രോങ്ങിൽ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല. വലിയ വാഹനങ്ങൾ പറഞ്ഞാൽ ലോഡ് ഇപ്പോൾ അവിടെ നിന്നുള്ള മണ്ണുകളൊക്കെ ഇതിലെ തന്നെയാണ് കയറ്റി പോകുന്നത്. നിങ്ങൾ ഏത് റെസ്ക്യൂ പൾസ് എമർജൻസി ടീം, അതായത് എവിടെ ഉള്ള കൽപ്പറ്റ കേരളം മൊത്തം ഉണ്ടല്ലേ? ഓക്കെ, രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞ് പോവാല്ലേ? ഓക്കെ, ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ, ഏതായാലും നിങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം കേട്ടോ. വളരെ അഭിനന്ദനം. മണ്ണ് മാറ്റുന്ന, ചളി മാറ്റുന്ന ജോലിയോടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചളിയൊക്കെ അതാ ഇങ്ങോട്ടേക്ക് ഇവിടെ ആയിരുന്നു കേട്ടോ. കറക്റ്റ് ഇവരുടെ എൻട്രൻസ് ഗേറ്റ് ഇവിടെ ആയിരുന്നു, ഈ ഭാഗത്ത്. അവിടെ നിന്നാണ് ജോലിക്കാരും ഇവിടെ സർവേൻ്റെ ആളുകളൊക്കെ 8 പേര് പോയത്. അവിടെ ഉണ്ടോ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കിൻ്റെ അടിയിലുള്ള മണ്ണൊക്കെ മൊത്തം ഇടിഞ്ഞ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് അങ്ങനെ തന്നെ ഒരു പ്ലെയിൻ സ്ലാബ് പോലെ നിൽക്കുന്നുണ്ട്. സോയിൽ നെയിലിംഗ് അല്ലായിരുന്നു കേട്ടോ. സോയിൽ നെയിലിംഗ് ചെയ്തിട്ടും കാര്യമില്ല. കമ്പി അടിച്ച് കയറ്റിയിട്ടുള്ള പരിപാടി ഒക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.